ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവലും അതേപോലെ തന്നെ നന്നായിട്ട് പഴുത്ത 2 പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ഉപയോഗിക്കാതെ അതേപോലെ തന്നെ നന്നായിട്ട് മധുരത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് മതിയാവും. വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെയൊന്നും ചേർക്കാതെ നെയ്യിലെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നെയ്യൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ടും മുന്തിരിയും കൂടി ഒന്നിങ്ങ് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ അപ്പോൾ ഇടയ്ക്കൊക്കെ കാഷ്നട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതേപോലെ തന്നെ മുന്തിരിയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാഷ്നട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മുന്തിരി ഒരുപാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടത്. കുറച്ചധികം മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മുന്തിരിയും കൂടി പതുക്കെ ഒന്നിങ്ങ് ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു 2 നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത 2 വലിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് അതേ നെയ്യിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നല്ല ചൂടായി നെയ്യിൽ കിടന്നുകൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴം ശരിക്കും ഒന്നിങ്ങ് വഴറ്റിയെടുക്കണം. കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലതായിട്ട് തന്നെ ഒന്നിങ്ങ് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് കിടന്നുകൊണ്ട് നേന്ത്രപ്പഴം ഒന്ന് മുരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. കേട്ടോ, അതുകൊണ്ടാണ് ഇതേപോലെ കുറച്ചൊന്നിങ്ങ് ഉടഞ്ഞു വന്നത്. ഇനി ഇത്രയായിട്ട് പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒന്നിങ്ങ് വരട്ടിയെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പഴം എടുക്കുമ്പോൾ അതൊന്ന് നോക്കിയെടുത്താൽ മതി. എന്താണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരത്തിൽ നമുക്ക് കിട്ടും. ഇത് അത്യാവശ്യം നന്നായിട്ട് നെയ്യ് കിടന്നുകൊണ്ട് ഒന്നിങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെയാണ് ഞാനിവിടെ 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവലും പതുക്കെ ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചൂടായ പാനിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് നിറച്ച് തന്നെ അവൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെയും ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പാനിനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ട്. അവലാണെങ്കിലും നന്നായിട്ടൊന്ന് ചൂട് കയറി നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ ഒന്നിങ്ങ് മൊരിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. കണ്ടോ, നന്നായിട്ടൊന്ന് ചൂട് കയറി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോഴാണെങ്കിലും അറിയാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ കയ്യിലെടുത്ത് കുറച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമ്മുടെ അവലങ്ങ് മാറ്റി വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അവൽ കഴിക്കാൻ നേരത്ത് ഒട്ടും തന്നെ ഉടഞ്ഞു കുഴഞ്ഞൊന്നും പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാറ്റി വെച്ചിട്ട് തേങ്ങയും പതുക്കെ അടുത്ത പാനിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടും എളുപ്പത്തിന് വേണ്ടി ഒരേ പാനിൽ തന്നെ ഒന്നിങ്ങ് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അതൊന്നും അവിടെ നിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴുതിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രം ശർക്കര ചേർത്താൽ മതി. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 1 കപ്പൊന്നും വേണ്ടി വരില്ല, ഒരു 1/2 കപ്പ് മാത്രം വേണ്ടി വരുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കര ചേർക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല മധുരമുള്ള ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്നിങ്ങ് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് വറ്റുമൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. കണ്ടത് ഇതേപോലെ. അങ്ങനെ നമ്മുടെ അവലും തേങ്ങയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായതിലേക്കാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ശർക്കരപ്പാനി നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവലാണെങ്കിലും പെട്ടെന്ന് കുതിർന്ന് പോകും. അപ്പോൾ അങ്ങനെ കുതിർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൽ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ചൂടോട് കൂടി തന്നെ നമ്മുടെ ശർക്കരപ്പാനി തേങ്ങയിലേക്കും അവലിലേക്കും അങ്ങ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ച് വരണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് പഴവും അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും അതേപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഒക്കെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മുടെ കാഷ്നട്ടൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും. അതേപോലെ തന്നെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കുറച്ച് ഏലക്കപ്പൊടിയുടെയും അവലിൻ്റെയും എല്ലാം കൂടി ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ ആ മധുരം മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത്ര മധുരമൊക്കെ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും മധുരമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ശരിക്കും ഒന്നും റെഡി ആയിട്ട് വരുമ്പോൾ അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം 4 മണിക്കൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കി പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. നമ്മുടെ കൺവെട്ടത്ത് എപ്പോഴുള്ള ചേരുവകളും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇരിക്കുന്തോറും ശർക്കര ഒന്നും കൂടി ഒന്ന് കുറുകി അവലിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് ഇതേപോലെ ഒന്ന് കട്ടിയായിട്ട് വരും. കണ്ടോ, അവലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ അലന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇത്രയ്ക്ക് ഇങ്ങോട്ട് അലനുണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്താലും മതിയോ. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഏറ്റവും സിമ്പിളും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.